സോനം വാങ്ചുക് അറസ്റ്റിലായി. ആരാണ് സോനം വാങ്ചുക് എന്നും എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നും ആരാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് കൈകാര്യം ചെയ്തിരുന്നു എന്നതും ആലോചിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി നമുക്ക് ബോധ്യമാകുന്നത്. ഉപരിതലത്തിൽ നോക്കുമ്പോൾ ശാന്തമാണെങ്കിലും അടിത്തട്ടിൽ മലരും ചുഴികളും നിറഞ്ഞ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ഭാരതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടലുകൾ ഒന്നും ഉപരിതലത്തിൽ നമുക്ക് മനസ്സിലാകണമെന്നില്ല. സാധാരണ ജനങ്ങൾക്കത് ഒരുപക്ഷെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയണമെന്നുമില്ല. സോനം വാങ്ചുക്കിനെ വളരെ ബോധപൂർവം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് നേരത്തെ തന്നെ ലഡാക്കിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഒരാളാണ്. ഒരുപക്ഷെ അത് തിരിച്ചറിയാൻ പൊതുസമൂഹം താമസിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം ചില കാര്യങ്ങൾ ഇന്നും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എല്ലാ രാജ്യത്തും ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഇറാനാണ്. ഇറാൻ പഹ്ലവി ഷാ എന്ന ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ഒരു വികസിത രാജ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെ അമേരിക്ക അട്ടിമറിച്ചത്. ഇറാനിൽ എണ്ണ ഡോളറിൽ വിൽക്കാതെ മറ്റ് രാജ്യങ്ങളുടെ കറൻസിയിൽ വിൽക്കുന്നതിനെക്കുറിച്ച് പഹ്ലവി ഷാ ആലോചിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ അട്ടിമറിച്ചു. അദ്ദേഹത്തിനെ അട്ടിമറിക്കാൻ അമേരിക്ക ഉപയോഗിച്ചത് ആയത്തുള്ള ഖൊമേനിയാണ്. ഇറാനിലെ അതൊരു സെക്കുലർ രാജ്യമായിരുന്നു. ഇറാനിലെ മതമൗലികവാദം പ്രചരിപ്പിക്കുകയും ജനങ്ങളിൽ വിഘടനവാദം ഉണ്ടാക്കുകയും ചെയ്യാൻ ആയത്തുള്ള ഖൊമേനി ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിനെ അവിടെ നിന്ന് നാട് കടത്തിയത്. എന്നാൽ അമേരിക്ക ആയത്തുള്ള ഖൊമേനി ഒരു മഹാനായ ഇസ്ലാമിക പ്രവാചകനാണെന്നും അദ്ദേഹം രാജ്യസ്നേഹിയാണെന്നും വ്യാപകമായ പ്രചരണം കൊടുത്ത് ആയത്തുള്ള ഖൊമേനിയുടെ ഒരു പ്രതിബിംബം തന്നെ വളരെ സമർത്ഥപൂർവ്വം സൃഷ്ടിക്കുവാൻ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് കഴിഞ്ഞു. ഇതിലെല്ലാം ഉപരിയായിട്ട് അവർ ഇറാനിയൻ ഭാഷയിൽ സംപ്രേഷണവും ആരംഭിച്ചു. ഇറാനിലെ എവിടെയെങ്കിലും ചെറിയൊരു കലാപം, ചെറിയൊരു സംഘർഷം ഉണ്ടായാൽ അതിനെ വലുതായി പെരുപ്പിച്ച് കാണിച്ച് അന്തർദേശീയ മാധ്യമങ്ങളിലൂടെ ഇറാനെ അനുദിനം അവർ വഷളാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ BBC ഒരുക്കിയ ഒരു കെണിയിൽ ഇറാനിയൻ ജനത വീഴുകയും അവർ കലാപത്തിനിറങ്ങുകയും അവസാനം പഹ്ലവി ഷായെ അവിടെ നിന്ന് പുറത്താക്കി ആയത്തുള്ള ഖൊമേനിയെ ഇറാനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഖൊമേനി വന്നതിന് ശേഷമുള്ള ഇറാൻ നമുക്കറിയാം. ജനങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ടു. മതമൗലികവാദികളുടെ പിടിയിലായി ആ വലിയ രാഷ്ട്രം. ഇന്ന് അമേരിക്കയുടെ തന്നെ ശത്രുവായി ഇറാൻ മാറുകയും ചെയ്തു. മറ്റൊരു ഉദാഹരണം നമ്മുടെ മുന്നിലുള്ളത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിൽ നിന്നാണ് മുഹമ്മദ് യൂനുസ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനെ അമേരിക്ക കണ്ടെടുത്തത്. അദ്ദേഹം മൈക്രോ ക്രെഡിറ്റിനെ കുറിച്ച് എഴുതിയ ചില ലേഖനങ്ങളുടെയും പുസ്തകങ്ങളുടെയും പേരിലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുത്തത്. മറ്റു പല നോബൽ സമ്മാന ജേതാക്കളുമായി തട്ടിച്ചു നോക്കുമ്പോൾ മുഹമ്മദ് യൂനുസ് വളരെ ചെറിയൊരു ലില്ലിപുട്ട് മാത്രമാണ്. പക്ഷേ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുത്തതോടുകൂടി ഇറാൻ്റെ അഭിമാനത്തിൻ്റെ സിമ്പലായിട്ട് മുഹമ്മദ് യൂനുസ് മാറി. ഘട്ടം ഘട്ടമായിട്ട് ഇറാനിയൻ ജനത ആരാധിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു വലിയ നേതാവായി അല്ലെങ്കിൽ വലിയൊരു എക്കണോമിസ്റ്റായി അദ്ദേഹം മാറി. ഈ സാഹചര്യത്തിലാണ് അവിടെ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വരുന്നത്. ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നപ്പോൾ അമേരിക്കയുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു പ്രധാനമന്ത്രി അല്ല ഷെയ്ഖ് ഹസീന എന്ന് മനസ്സിലാക്കിയപ്പോൾ ഷെയ്ഖ് ഹസീനയെ അധികാരഭ്രഷ്ടയാക്കാൻ അവർ തീരുമാനിച്ചു. 10,000-ൽ താഴെ ആളുകളാണ് ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കിയത്. ആ കലാപത്തിലാണ് ഗവൺമെൻറ്റിനെ മറിക്കാൻ അവർക്ക് കഴിഞ്ഞത്. വളരെ വ്യക്തമായിരുന്നു അമേരിക്കൻ ഇടപെടൽ. കലാപകാരികൾ ആവശ്യപ്പെട്ടത് ഒരു തെരഞ്ഞെടുപ്പല്ല, മറിച്ച് മുഹമ്മദ് യൂനുസിനെ പ്രധാനമന്ത്രിയാക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ മുഹമ്മദ് യൂനുസ് കലാപകാരികളുടെ പ്രധാനമന്ത്രിയായി ബംഗ്ലാദേശിൽ അധികാരമേറ്റു. ഒരു പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത് 10,000-ഓ 20,000-ഓ വരുന്ന കലാപകാരികളാണോ എന്നാലോചിച്ച് നോക്കണം. മുഹമ്മദ് യൂനുസ് കലാപകാരികളുടെ നേതാവായിട്ടാണ് പ്രധാനമന്ത്രിയായിട്ട് മാറിയത്. അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം ബംഗ്ലാദേശിൽ വന്ന മാറ്റങ്ങൾ നമുക്കറിയാം. ബംഗ്ലാദേശ് ചൈനയുമായി കൂടുതലെടുത്തു. പാകിസ്ഥാൻ സൗഹൃദ രാഷ്ട്രമായി. ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാൻ പട്ടാളം ബലാത്സംഗം ചെയ്തു കൊന്ന 10,000-കണക്കിന് പെൺകുട്ടികൾ ബംഗ്ലാദേശിലുണ്ടായിരുന്നു. ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യനായിരുന്നു മുജിബുർ റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ വസതി ഇടിച്ചു പൊളിച്ചു, അദ്ദേഹത്തിൻ്റെ പ്രതിമ തകർത്തു. അങ്ങനെ ബംഗ്ലാദേശ് ഇന്ന് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഇഷ്ടത്തോടനായി മാറിയിരിക്കുകയാണ്. കൃത്യമായി ഇന്ത്യയെ ലക്ഷ്യമാക്കിയാണ് അവർ മുഹമ്മദ് യൂനുസിനെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ബംഗ്ലാദേശിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ചില പാഠങ്ങളാണ്. ഈ സാഹചര്യത്തിൽ വേണം നമ്മുടെ ലഡാക്കിലെ സോനം വാങ്ചുക്കിൻ്റെ നേതൃത്വത്തിൽ നടന്ന കലാപത്തെ കാണാൻ.
സോനം വാങ്ചുക്കിനെ അവരാദ്യം ചെയ്തത് അദ്ദേഹത്തിന് മാർക്സസെ അവാർഡ് കൊടുത്ത് ആദരിച്ചു. അദ്ദേഹത്തിന് ചില നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, സന്നദ്ധ സംഘടനകളുണ്ട്. ഈ സന്നദ്ധ സംഘടനകൾക്കൊക്കെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷൻ ഉണ്ട്. അവർക്ക് കോടിക്കണക്കിന് രൂപ കൃത്യമായി ഫണ്ടിംഗ് ആയിട്ട് എത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. ഈ പണം ഉപയോഗിച്ച് സമാധാനകാംക്ഷികളായ ബുദ്ധമത വിശ്വാസികളിൽ വിഘടനവാദ അഭിപ്രായ ഭിന്നത കുത്തിവെക്കാനും ഘട്ടം ഘട്ടമായിട്ട് അവിടെ അസ്വസ്ഥത വിതയ്ക്കുവാനും വാങ്ചുക്കിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആവശ്യം ലഡാക്കിനെ ഒരു പ്രത്യേക സംസ്ഥാനമാക്കി മാറ്റണം, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പദവി വേണം, 6ാം ഷെഡ്യൂളിൽ പെടുത്തണം. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ആദ്യം ലഡാക്കുകാർ ആവശ്യപ്പെട്ടിരുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ജമ്മു കാശ്മീരിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങൾക്കൊരു പ്രത്യേക സ്വയംഭരണ പ്രദേശം വേണം എന്നുള്ളതായിരുന്നു. 2019 അത് അനുവദിച്ചു നൽകി. അതൊരു കേന്ദ്രഭരണ പ്രദേശമായി മാറി. ലഡാക്കിൽ നിന്ന് ഒരു MP ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ട്. പക്ഷേ അതൊന്നും പോരാ. ഇപ്പോഴവർക്ക് സ്റ്റേറ്റ് വേണം, 6ാം ഷെഡ്യൂളിൽ ആ പ്രദേശത്തെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധത്തിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് ഈ കലാപം തുടങ്ങുന്നത്. കലാപം വളരെ പെട്ടെന്നാണ് പടർന്നു പിടിച്ചത്. ലേ ആയിരുന്നു അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. വാങ്ചുക്ക് നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നു. പിന്നാലെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾ ലഡാക്കിൽ തമ്പടിച്ചിരുന്നു. അവർക്കറിയാം കലാപം നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം. കലാപത്തെ ഗവൺമെൻറ് നിഷ്കരണം അടിച്ചമർത്തി. വെടിവയ്പുണ്ടായി, ആളുകൾ മരിച്ചു. പക്ഷേ ദുഃഖകരമാണ് മരണമെങ്കിൽ പോലും ആ കലാപം അടിച്ചമർത്തിയില്ലായിരുന്നുവെങ്കിൽ ഇത് ഇന്ത്യയുടെ പല ഭാഗത്തേക്കും വ്യാപിക്കുമായിരുന്നു. ആ കലാപത്തിനെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ അടിച്ചമർത്തി. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ലഡാക്കിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായ മറ്റു ചില താല്പര്യങ്ങളുണ്ട്. അതിലൊന്ന്, ലഡാക്കിൽ നല്ല ലിഥിയം നിക്ഷേപമുണ്ട്. മറ്റൊന്ന്, ലഡാക്ക് ചൈനയ്ക്കും അതുപോലെ തന്നെ പാകിസ്ഥാനും പ്രിയപ്പെട്ട വളരെയധികം തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് കിടക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ലഡാക്കിൽ അസ്വസ്ഥത വിതച്ചാൽ അത് ഹിമാലയൻ പർവ്വത സാനുക്കളിലുള്ള നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും ടിബറ്റിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ കഴിയും എന്ന് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായ പദ്ധതി തയ്യാറാക്കിയാണ് വാങ്ചുക്കിനെ മുന്നിൽ നിർത്തി അവരവിടെ കലാപം ഉണ്ടാക്കിയത്. വാങ്ചുക്ക് ഒരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല, അതേ ഒരു പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു. നമുക്കറിയാം, മുഹമ്മദ് യൂനുസും രാഷ്ട്രീയ നേതാവായിരുന്നില്ല, അദ്ദേഹം എക്കണോമിസ്റ്റ് ആയിരുന്നു. അപ്പോൾ കൃത്യമായി പാശ്ചാത്യ രാജ്യങ്ങൾ മാർക്സസെ അവാർഡ് പോലോ ബുക്കർ പ്രൈസ് പോലോ നോബൽ സമ്മാനം പോലോ കൊടുത്ത് ഒരു രാജ്യത്തു നിന്ന് ഒരാളെ ഉയർത്തിക്കൊണ്ട് വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഉറപ്പിച്ചോണം അയാളെ മുന്നിൽ നിർത്തി കലാപമുണ്ടാക്കാനുള്ള ഒരു പദ്ധതി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അണിയറയിൽ ഒരുക്കുന്നുണ്ടെന്ന്. വാങ്ചുക്ക് മാർക്സസെ അവാർഡ് കിട്ടിയതോടുകൂടി ലഡാക്കിലെ ഏറ്റവും പ്രിയപ്പെട്ട താരമായിട്ട് അദ്ദേഹം മാറി. അവിടുത്തെ പരിസ്ഥിതി സംരക്ഷകനായിട്ട് മാറി. അതുകൊണ്ട് തന്നെ വാങ്ചുക്കിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തെ ഒരു രാഷ്ട്രീയ സമരമായി ചിത്രീകരിക്കാൻ അന്തർദേശീയ മാധ്യമങ്ങളോ ദേശീയ മാധ്യമങ്ങളോ തയ്യാറായില്ല. വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ് വാങ്ചുക്ക് നീങ്ങിയത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ വാങ്ചുക്കിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അറസ്റ്റിലായി. അദ്ദേഹത്തിൻ്റെ വരുമാന സ്രോതസ്സുകൾ ഗവൺമെൻറ് കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വാങ്ചുക്ക് ഇന്നലെ ലഡാക്കിൽ തുടങ്ങിയ ആ സമരം നാളെ പല സ്റ്റേറ്റുകളിലേക്കും പല പ്രദേശങ്ങളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ കൃത്യമായി വിഘടനവാദികളുടെ സ്വാധീനമുള്ള സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. മണിപ്പൂരിൽ 2 ഗോത്രവർഗ്ഗങ്ങൾ തമ്മിൽ നടന്ന സമരത്തെ എത്ര സമർത്ഥമായിട്ടാണ് കോൺഗ്രസ് ഒരു വലിയ സമരമായി, ഒരു സ്വാതന്ത്ര്യ സമരമായി ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. മണിപ്പൂരിൽ പ്രധാനമന്ത്രി പോകാതിരുന്നതിനെക്കുറിച്ചായിരുന്നു നിരന്തരമായി കോൺഗ്രസ് പരാതിപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ പ്രധാനമന്ത്രി പോയിട്ടും മണിപ്പൂരിലെ പ്രശ്നം പരിഹരിക്കുന്നില്ല. കാരണം പരിഹരിക്കാൻ അവർക്ക് താല്പര്യമില്ല. ചൈനയിൽ നിന്ന് കിട്ടുന്ന ആയുധം ഉപയോഗിച്ച് നമ്മുടെ പട്ടാളക്കാരെയും അതുപോലെ തന്നെ അവർക്ക് താല്പര്യമില്ലാത്ത ഗോത്രവർഗ്ഗക്കാരെയും പരസ്പരം കൊല്ലുന്ന 2 ഗോത്രവർഗ്ഗക്കാരാണ് കുക്കികളും മെയ്തികളും അവിടെ ഉള്ളത്. ആ സമരത്തിനെ നിർദാക്ഷിണ്യം അടിച്ചമർത്താൻ മാത്രമേ കഴിയുകയുള്ളൂ. അവിടെ സമാധാനത്തിന് ഒരു വിലയുമില്ല. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് മിസോറാമിലെ വിഘടനവാദികളുടെ മുകളിൽ നമ്മുടെ പട്ടാളം തന്നെ ബോംബ് പ്രയോഗിച്ചത്. മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മുടെ സിവിൽ സൊസൈറ്റി, പൊതുസമൂഹം കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഇത്തരം വിഘടനവാദങ്ങളാണ്. ഏറ്റവും നല്ല ഉദാഹരണം ബുക്കർ പ്രൈസ് കിട്ടിയ അരുന്ധതി റോയിയാണ്. ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന പുസ്തകത്തിനാണ് അവർക്ക് ബുക്കർ പ്രൈസ് കിട്ടിയത്. ഞാൻ ആ പുസ്തകം വായിച്ചതാണ്. ബുക്കർ പ്രൈസ് കിട്ടത്തക്ക വിധത്തിലൊരു വലിയ നോവലായിട്ട് എനിക്ക് തോന്നിയില്ല. അത് മാത്യു മറ്റത്തിൻ്റെ ഒരു നോവലിനപ്പുറം
മഹത്തായി എന്തെങ്കിലും ഉള്ളതായിട്ടും തോന്നുന്നില്ല. ഒരുപക്ഷെ അത് സബ്ജക്റ്റീവ് വ്യൂ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ബുക്കർ പ്രൈസ് അരുന്ധതി റോയ് കൊടുത്തു. അരുന്ധതി റോയിയെ ഒരു വലിയ സെലിബ്രിറ്റിയാക്കി. ഈ അരുന്ധതി റോയ് തന്നെയായിരുന്നു ഇന്ത്യയിലെ ഗവൺമെൻറ് വിരുദ്ധ കലാപങ്ങളുടെയൊക്കെ മുന്നിൽ. അവർ കാശ്മീരിൽ പോയി അവിടെ താമസിച്ച് വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. കാശ്മീരിനെ വേറൊരു രാജ്യമാക്കി മാറ്റണം എന്നുള്ള നിലപാടായിരുന്നു അരുന്ധതി റോയ്ക്കുള്ളത്. അതുപോലെ തന്നെ JNUവിലെ ചരിത്രകാരന്മാർ, അത് റോമില താപ്പർ ആയാലും ശരി, KN പണിക്കരായാലും ശരി, ചെമ്പകലക്ഷ്മി ആയാലും ശരി, ഇവരൊക്കെ ചരിത്രത്തിനെ ദുർവ്യാഖ്യാനം ചെയ്ത് രാജ്യത്തെ ജനങ്ങളുടെ ഇടയിലെ ഭിന്നിപ്പും അസ്വസ്ഥതയും ബോധപൂർവം ചരിത്രത്തിലൂടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. ഇത് ഒരുപക്ഷെ ആവർത്തിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മറ്റൊരു സംസ്ഥാനം നമ്മുടെ അയൽ സംസ്ഥാനമാണ് തമിഴ്നാടാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തമിഴ്നാട്ടിലെ ജനങ്ങൾ പൊതുവെ ഭാഷാ പ്രേമികളാണ്. ഒരുപക്ഷെ ഈ ഭാഷയോടുള്ള പ്രേമം അതിൽ വിട്ട് ഭാഷാ ഭ്രാന്തായിട്ട് തന്നെ മാറാറുണ്ട്. നമ്മൾ തമിഴ്നാട്ടിൽ സഞ്ചരിച്ചാൽ കാണാം, തമിഴ്നാട്ടിലെ ബോർഡുകളെല്ലാം തമിഴിലാണ്. നമുക്ക് ഒരു റോഡിലെ ഒരു സൈൻ ബോർഡും നമുക്ക് വായിക്കാൻ പറ്റില്ല, എല്ലാം തമിഴിലാണ്. അപ്പോൾ അത്രമാത്രം തമിഴ് ഭ്രാന്ത്, ഭാഷാ ഭ്രാന്ത് ബാധിച്ച ഒരു സമൂഹമായി തമിഴ്നാട് മാറുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ തമിഴന്മാർക്കൊരു പ്രത്യേക രാജ്യം വേണം എന്ന് വേലുപ്പിള്ള പ്രഭാകരൻ ആവശ്യപ്പെട്ടതുപോലെ സ്റ്റാലിനോ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോ ആവശ്യപ്പെട്ടാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ, ഇന്ത്യയെ പല സംസ്ഥാനങ്ങളായി പല ജനവിഭാഗങ്ങളായി വിഭജിക്കുവാൻ ഡീപ് സ്റ്റേറ്റ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതോടുകൂടി ഭാരതത്തെ നശിപ്പിക്കുവാനുള്ള ഒട്ടേറെ നീക്കങ്ങളുമായി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം നീക്കങ്ങൾ നമ്മുടെ രാജ്യത്ത് കലാപമുണ്ടാകുമ്പോൾ ഇത്തരം കലാപങ്ങളെ അടിച്ചമർത്താൻ പട്ടാളക്കാർക്ക് മാത്രമായി കഴിയില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് മാത്രമായി കഴിയില്ല. സിവിൽ സൊസൈറ്റി ഉണരാനും നമ്മുടെ രാജ്യത്തെ കലാപം സൃഷ്ടിക്കാൻ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയും രാഷ്ട്രീയ പാർട്ടികളെയും ജനവിരുദ്ധരായി പ്രഖ്യാപിച്ച് ഔട്ട്കാസ്റ്റ് ചെയ്യാനും നമ്മുടെ പൊതുസമൂഹം തയ്യാറായില്ല എങ്കിൽ ഭാരതത്തിൻ്റെ വരുന്ന നാളുകൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള നാളുകളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.